മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ റീജിയൻ വെർ ദ മോഡേൺ ഇറാഖ് ഈസ് സിറ്റുവേറ്റഡ്. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ റീജിയൻ വെർ ദ മോഡേൺ ഇറാഖ് ഈസ് സിറ്റുവേറ്റഡ്. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. മെസപ്പൊട്ടോമിയ ഇസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് യൂഫ്രട്ടിസ് ആൻഡ് ടൈഗ്രിസ്. മെസപ്പൊട്ടോമിയ എന്ന ഭൂപ്രദേശം ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് യൂഫ്രട്ടിസ് ആൻഡ് ടൈഗ്രിസ്, രണ്ട് നദികൾക്കിടയിലുള്ള ഭൂപ്രദേശമാണ്. യൂഫ്രട്ടിസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലുള്ള ഭൂപ്രദേശമാണ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയ ഈസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് യൂഫ്രട്ടിസ് ആൻഡ് ടൈഗ്രിസ്. ദീസ് റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദ അർമേനിയൻ മൗണ്ടൻസ്. ഈ രണ്ട് നദികൾ ഉത്ഭവിക്കുന്നത് അർമേനിയൻ പർവ്വതത്തിൽ നിന്നാണ്. ദീസ് റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദ അർമേനിയൻ മൗണ്ടൻസ് ആൻഡ് മെർജ് വിത്ത് പേർഷ്യൻ സീ. എന്നിട്ട് എന്തുമായിട്ട് കൂടിച്ചേരുകയും ചെയ്യുന്നു? പേർഷ്യൻ കടലുമായിട്ട്. അപ്പോൾ അർമേനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടിസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസപ്പൊട്ടോമിയ. അപ്പോൾ യൂഫ്രട്ടിസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലുള്ള ഭൂപ്രദേശമാണ് ഇത് മെസപ്പൊട്ടോമിയ എന്ന ഭൂപ്രദേശം. ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. അപ്പോൾ മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് ആണ്. എന്ന് വെച്ചാൽ രണ്ട് നദികൾക്കിടയിൽ ഭൂപ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. അപ്പം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, ഈജിപ്ഷ്യയിൽ ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേര് ഹൈറോഗ്ലിഫിക്സ് എന്നാണ്. അതിൽ അർത്ഥം, ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം സേക്രഡ് റൈറ്റിംഗ് എന്നാണ്, വിശുദ്ധമായ എഴുത്തെന്നാണ്. 4 ഡിഫറെൻറ്റ് സിവിലൈസേഷൻ എമർജ് ആൻഡ് ഡിക്ലൈൻ ഇൻ മെസപ്പൊട്ടോമിയ. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ വളർന്നു വരികയും അസ്തമിക്കുകയും ചെയ്തത് എവിടെ? ഈ മെസപ്പൊട്ടോമിയ. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ വളർന്നു വരികയും നശിക്കുകയും ചെയ്തിട്ടുണ്ട് മെസപ്പൊട്ടോമിയയിൽ. അവ ഏതൊക്കെയാണെന്ന് എടുത്ത് പറയുന്നു. ദേ വെയർ സുമേറിയൻ, ദ ബാബിലോണിയൻ, ദ അസീറിയൻ ആൻഡ് കാൾഡിയൻ. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ ആൻഡ് കാൾഡിയൻ. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ ആൻഡ് കാൾഡിയൻ. അപ്പോൾ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് തുടക്കം ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞ ഭാഗം ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫിസിയോഗ്രാഫി സ്ട്രക്ചറാണ് ഇവിടെ മനസ്സിലാക്കിയത്. ഭൂപ്രദേശത്തിൻ്റെ ഘടനയാണ് നമ്മൾ ഇത്ര നേരം മനസ്സിലാക്കിയത്. അപ്പോൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ മോഡേൺ ഇറാഖ് സിറ്റുവേറ്റഡ്. ഇന്നത്തെ ഇറാഖിലാണ് സ്ഥിതി ചെയ്യുന്നത്. അർമേനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടിസ്, ടൈഗ്രിസ് എന്ന നദികൾക്കിടയിലുള്ള ഭൂപ്രദേശമാണിത്. ഇത് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ വളർന്നു വരികയും നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് എടുത്ത് പറയുന്നു. സുമേറിയൻ, അസീറിയൻ, ബാബിലോണിയൻ, കാൾഡിയൻ എന്നിവയാണ്. ഇനി അടുത്ത പാർട്ട് നമ്മൾ അവിടുത്തെ അഗ്രികൾച്ചർ പ്രോഗ്രസിനെ കുറിച്ച് മനസ്സിലാക്കിയാണ്. ദ ഫെർട്ടൈൽ സോയിൽ ഓഫ് മെസപ്പൊട്ടോമിയ ഹെൽപ്ഡ് അഗ്രികൾച്ചർ പ്രോഗ്രസ്. അപ്പോൾ ഫെർട്ടൈൽ സോയിൽ, ഫലഭൂയിഷ്ടമായ മണ്ണ്, ഇവിടത്തെയാണ് മെസപ്പൊട്ടോമിയയിലെ ഫലഭൂയിഷ്ടമായ മണ്ണ് ഹെൽപ്ഡ് അഗ്രികൾച്ചർ പ്രോഗ്രസ്, കാർഷിക പുരോഗതി കാരണമായി തീർന്നു. മെസപ്പൊട്ടോമിയയിലെ ഫലഭൂയിഷ്ടമായ മണ്ണ് കാർഷിക പുരോഗതി കാരണമായി തീർന്നു. ഇറ്റ് ലെഡ് ടു ട്രേഡ്, അതെന്തിലേക്കാണ്? കച്ചവട ബന്ധത്തിലേക്കും. ആൻഡ് ദ കോൺസിക്വൻറ്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്, പട്ടണങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചു. ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഫലഭൂയിഷ്ടമായ മണ്ണ്. ആ ഫലഭൂയിഷ്ടമായ മണ്ണ് എന്തിലേക്ക് നയിക്കുകയാണ്? സ്വാഭാവികമായിട്ട് കാർഷിക പുരോഗതി ഉണ്ടാകുന്നു. കാർഷിക പുരോഗതി ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാവും, മിച്ചോൽപാദനം ഉണ്ടാവും. ആ മിച്ചോൽപാദനം വരുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? വിറ്റഴിക്കും. കച്ചവട ബന്ധത്തിലൂടെ അത് വിറ്റഴിക്കും. ആ വിറ്റഴിക്കുന്ന കേന്ദ്രങ്ങൾ പതിയെ വളർന്ന് വലുതായി എന്തായി തീർന്നു? പട്ടണങ്ങളായി രൂപം കൊണ്ടു. സിറ്റീസായിട്ട്, ഗ്രോത്ത് ഓഫ് സിറ്റീസായി മാറി. അങ്ങനെ വളർന്നു വന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് ഉറുക്ക് ആൻഡ് ലഗാഷ്. ഉറുക്ക് ആൻഡ് ലഗാഷ് വെർ ദ മേജർ സിറ്റീസ് ഇൻ ദ ഏൻഷ്യൻ്റ് മെസപ്പൊട്ടോമിയ. അങ്ങനെ വളർന്നു വന്ന പട്ടണങ്ങളാണ് ഉറുക്ക് ആൻഡ് ലഗാഷ് വരുന്ന മേജർ സിറ്റീസ് ഇൻ ഏൻഷ്യൻ്റ് മെസപ്പൊട്ടോമിയ. പുരാതന മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഉറുക്ക് ആൻഡ് ലഗാഷ്. സിറ്റീസ് വെർ ആൾസോ ട്രേഡിംഗ് സെൻറ്റേഴ്സ്. ഈ പറഞ്ഞ നഗരങ്ങളെല്ലാം തന്നെ കച്ചവട കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഭാഗം മനസ്സിലാക്കിയത് ആദ്യം ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഫെർട്ടൈൽ സോയിൽ. ആ ഫെർട്ടൈൽ സോയിൽ എന്തിലേക്ക് നയിക്കുകയാണ്? അഗ്രികൾച്ചർ പ്രോഗ്രസ്സിലേക്ക്. അഗ്രികൾച്ചർ പ്രോഗ്രസ് സ്വാഭാവികമായിട്ട് സർപ്ലസ് പ്രൊഡക്ഷനിലേക്ക് നയിക്കും. സർപ്ലസ് പ്രൊഡക്ഷൻ എന്തിലേക്കാണ്? ട്രേഡിലേക്ക്. ട്രേഡ് എന്തിലേക്കാണ്? ഗ്രോത്ത് ഓഫ് സിറ്റീസ്, പട്ടണങ്ങളുടെ വളർച്ചയിലേക്ക് നയിക്കും. അങ്ങനെ വളർന്നു വന്ന പട്ടണങ്ങളാണ് ഉറുക്ക് ആൻഡ് ലഗാഷ്. ഇവയൊക്കെയാണ് പ്രാചീന മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. ഈ നഗരങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ പട്ടണങ്ങളെല്ലാം തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. അടുത്ത പാർട്ടാണ്. ഇനി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് മെസപ്പൊട്ടോമിയയും ഹാരപ്പയും തമ്മിൽ എന്തുണ്ടായിരുന്നു? നേരത്തെ കച്ചവട ബന്ധം ഉണ്ടായിരുന്നു.
മെസപ്പൊട്ടോമിയൻ ജനത ഹാരപ്പയെ വിളിച്ചിരുന്ന പേര് മെലൂഹ എന്നാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഈ മെസപ്പൊട്ടോമിയൻ ജനത ഹാരപ്പയിലെ കൃഷിയായിട്ടുള്ള പരുത്തി കൃഷിയെ വിളിക്കുന്ന പേര് സിൻഡോ എന്നാണ്. മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി അതൊക്കെ. അപ്പോൾ അസ്ട്രേഡ് ഡെവലപ്ഡ്, കച്ചവട ബന്ധം വളർന്നതോടുകൂടി, അസ്ട്രേഡ് ഡെവലപ്ഡ്, കച്ചവടം വികാസം പ്രാപിച്ചതോടെ, അസ്ട്രേഡ് ഡെവലപ്ഡ്, ഇറ്റ് ബിക്കെയിം എസെൻഷ്യൽ ടു റെക്കോർഡ് ദ അക്കൗണ്ട് ഓഫ് ദ എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ്. അപ്പോൾ കച്ചവടം വികാസം പ്രാപിച്ചതോടെ കൈമാറുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്ക് രേഖകൾ രേഖപ്പെടുത്തേണ്ടത് ആവശ്യമായി തീർന്നു. കച്ചവടം വികാസം പ്രാപിച്ചതോടെ കൈമാറുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്തേണ്ടത് അതില്ലെങ്കിൽ അത്യാവശ്യമായി തീർന്നു. ഇറ്റ് ബിക്കെയിം എസെൻഷ്യൽ ലെറ്റ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അതിലേക്ക് നയിക്കുകയാണ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. അതിലേക്ക് നയിക്കുന്നു ആർട്ട് ഓഫ് റൈറ്റിംഗ്, അതൊരു എഴുത്ത് വിദ്യയിലേക്ക് നയിക്കുന്നു. ഇറ്റ് ഇവഞ്ച്വലി ലെറ്റ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ്, ഇതൊരു എഴുത്ത് വിദ്യയുടെ വികാസത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അസ്ട്രേഡ് ഡെവലപ്ഡ്, ഇറ്റ് ബിക്കെയിം എസെൻഷ്യൽ ടു റെക്കോർഡ് ദ അക്കൗണ്ട് ഓഫ് എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ്, ഇറ്റ് ഈവഞ്ച്വലി അതെന്തിലേക്ക് നയിക്കുന്നു ലെറ്റ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. ദ മെസപ്പൊട്ടോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കാൾഡ് ക്യൂണിഫോം. മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ അറിയപ്പെടുന്ന പേര് ക്യൂണിഫോം എന്നാണ്. ദ മെസപ്പൊട്ടോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കാൾഡ് ക്യൂണിഫോം. ദ സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്പ്ഡ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ലിപികളൊന്നും ആപ്പിൻ്റെ ആകൃതിയായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ദ സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്പ്ഡ്. ദേ വർ റിട്ടൺ ഓൺ സ്മൂത്ത് സർഫസ് ഓൺ വെറ്റ് ക്ലേ ടാബ്ലറ്റ്സ്. അത് എവിടെയാണ് എഴുതിയെന്ന് എടുത്ത് പറയുന്നു, മിനുസമുള്ള പ്രതലത്തിലാണ്. എങ്ങനെയുള്ള മിനുസമുള്ള പ്രതലത്തിലാണ്? മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളുടെ, മണ്ണ് സൈഡിലായിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്, മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറുഫലങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണം എ ഷാർപ്പ് സ്റ്റൈലസ് വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. ഇതിന് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്താണ്? കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ചാണ് ഇവർ ഇത് എഴുതിയിരുന്നത്. എ ഷാർപ്പ് സ്റ്റൈലസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. ദ ടാബ്ലറ്റ്സ് വെയർ ദെൻ ബേക്ക്ഡ് ഇൻ ദ സൺ. ഇതിന് കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ച് എഴുതിയതിന് ശേഷം ഇവ എന്ത് ചെയ്യുന്നു? വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിരുന്നു. ബേക്ക്ഡ് ഇൻ ദ സൺ. Huge collection of these tablets has been found here. Most of them were related to trade. ഇത്തരം കളിമൺ ഫലകങ്ങളുടെ വൻ ശേഖരം തന്നെ നമുക്കിവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ലിഖിതങ്ങൾ ഭൂരിഭാഗവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എഴുത്തുകൾ ഭൂരിഭാഗവും മോസ്റ്റ് ഓഫ് ദം വെയർ റിലേറ്റഡ് ടു ട്രേഡ്, കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ തൊട്ടാണ് മെസപ്പൊട്ടോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കാൾഡ് ക്യൂണിഫോം. അവിടെ തൊട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുത്ത് വിദ്യയെക്കുറിച്ചാണ്. മെസപ്പൊട്ടോമിയയിൽ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത് എന്നാണ് ക്യൂണിഫോം എന്നാണ്. ദ സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്പ്ഡ്. അത് എങ്ങനെയുള്ള രീതിയാണ്? ആപ്പിൻ്റെ ആകൃതിയാണുള്ളത്. ദേ വർ റിട്ടൺ ഓൺ സ്മൂത്ത് സർഫസ് ഓൺ വെറ്റ് ക്ലേ ടാബ്ലറ്റ്സ്. മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. ഇത് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് എ ഷാർപ്പ് സ്റ്റൈലസ് വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് എന്നാണ്. കൂർത്ത മുനയുള്ള എഴുത്താണിയാണ് ഉപയോഗിച്ചാണ് ഇവർ എഴുതിയിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തിരുന്നു? ദ ടാബ്ലറ്റ്സ് വെർ ദെൻ ബേക്ക്ഡ് ഇൻ ദ സൺ. അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിരുന്നു. എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ടാബ്ലറ്റ്സ് ഹാസ് ബീൻ ഫൗണ്ട് ഹിയർ. ഒരു വൻതോതിലുള്ള ഇതിൻ്റെ ശേഖരം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ലിഖിതങ്ങളിൽ മോസ്റ്റ് ഓഫ് ദം വെർ റിലേറ്റഡ് ടു ട്രേഡ്. ഇവയെല്ലാം തന്നെ എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? കച്ചവടവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ ആ ഒരു പാരഗ്രാഫ്, അത്രയും ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനെക്കുറിച്ചാണ് അവരുടെ ആർട്ട് ഓഫ് റൈറ്റിങ്ങിനെ കുറിച്ച്, മെസപ്പൊട്ടോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിങ്ങിനെ കുറിച്ചാണ് അത്രയും ഭാഗം പറഞ്ഞത്. അടുത്ത ഭാഗം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയെക്കുറിച്ച് എടുത്തു പറയുന്നു. ദേ അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലയിൽ അവർ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചു. ദേ ഫോർമുലേറ്റ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് മൂൺ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് മനസ്സിലാക്കിയത് അവർ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അവർ സൺഡേയിലും സോളാർ കലണ്ടറും ഒക്കെയാണ് നിർമ്മിച്ചതെങ്കിൽ ഇവിടെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ചന്ദ്രൻ്റെ നീക്കങ്ങളാണ്, ലൂണാർ കലണ്ടറാണ്. അപ്പോൾ ദേ അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി. ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൂൺ. ദേ ഡിവൈഡഡ് എ ഇയർ ഇൻടു 12 months. ഒരു വർഷത്തെ എത്രയായിട്ട്? 12 മാസങ്ങളായും. ഒരു വർഷത്തെ 12 മാസങ്ങളായും. എ മന്ത് ഇൻറ്റു 4 weeks. ഒരു മാസത്തെ 4 ആഴ്ചകളായും വിഭജിച്ചിരുന്നു. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും വിഭജിച്ചിരുന്നു. They divided year into 12 months, a month into 4 weeks and a day into 24 hours. ഒരു ദിവസത്തെ 24 മണിക്കൂറായും കണക്കാക്കിയിരുന്നു. They knew division, multiplication and square root.
ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്, ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയെക്കുറിച്ചും അവർക്കറിയാമായിരുന്നു. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് സയൻസിൻ്റെ മേഖലയിലുള്ള ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയെക്കുറിച്ചാണ് ആ പാരഗ്രാഫ് എടുത്ത് പറയുന്നത്. ദ അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി. അവർക്ക് ശാസ്ത്രരംഗത്തും ഗണിതശാസ്ത്രത്തിൻ്റെ മേഖലയിലും അതുപോലെ ജ്യോതിശാസ്ത്ര മേഖലയിലും വളരെയധികം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചവരാണ് ഇവരെന്ത് ചെയ്തിരുന്നു? ദേ ഫോർമുലയുടെ കലണ്ടർ, ഒരു കലണ്ടർ തയ്യാറാക്കി ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് മൂൺ, ചന്ദ്രൻ്റെ നീക്കങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടർ പ്രകാരം ഒരു വർഷത്തെ 12 മാസങ്ങളായിട്ടും ഒരു മാസത്തെ 4 ആഴ്ചകളായിട്ടും ഒരു ദിവസത്തെ 24 മണിക്കൂറായും കണക്കാക്കിയിരുന്നു. അവർക്ക് ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയെക്കുറിച്ചും അറിയാമായിരുന്നു. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്. ഇനി അടുത്ത ഭാഗം കൊടുത്തിരിക്കുന്നത്, നേരത്തെ നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അവസാനത്തെ ഭാഗം മനസ്സിലാക്കിയതുവരെ സ്കൾപ്ചറിനെ കുറിച്ച് പറയുന്ന പോലെ ഇവിടെ അതുപോലെ തന്നെ ഒരു ഭാഗമാണ്. അവരുടെ ആർട്ട് സ്കില്ലിന് ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന ഭാഗം. ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് നെയിംലി സിഗുറാത്ത് ഈസ് എവിഡൻറ്റ് ഓഫ് ദ അമേസിംഗ് ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദ ഏൻഷ്യൻ മെസപ്പൊട്ടോമിയൻസ്. അപ്പോൾ പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവുകളാണ് സിഗുറാത്തുകൾ. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾസ് നെയിമിൽ, അപ്പോൾ സിഗുറാത്തുകൾ എന്താണ്? ടെമ്പിൾസ് ആണ്, ക്ഷേത്രങ്ങളാണ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് നെയിമിലി സിഗുറാത്ത് ഈസ് ദ എവിഡൻസ് ഓഫ് അമേസിംഗ് ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ ഏൻഷ്യൻ മെസപ്പൊട്ടോമിയൻസ്. പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവുകളാണ് സിഗുറാത്ത് എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ. ദേ വെർ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസ്. ഇപ്പോൾ പ്രധാനമായും നിർമ്മിച്ചിരുന്നത് പട്ടണങ്ങളിലായിരുന്നു, അല്ലെങ്കിൽ നഗരങ്ങളിലായിരുന്നു ഇവർ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. They were built on artificial hillocks using bricks. മൺകൂനകൾ നിർമ്മിച്ച് അതിന് മുകളിൽ ഇഷ്ടികൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണികഴിപ്പിച്ചിരുന്നത്. മൺകൂനകൾ നിർമ്മിച്ച് അതിന് മുകളിൽ ഇഷ്ടികൾ ഉപയോഗിച്ചാണ് അവർ സിഗുറാത്തുകൾ പണികഴിപ്പിച്ചിരുന്നത്. അപ്പോൾ ദേ വെയർ ബിൽട്ട് ഓൺ ആർട്ടിഫിഷ്യൽ ഹില്ലോക്സ്. ആദ്യം കൃത്രിമമായിട്ട് മൺകൂനകൾ ഉണ്ടാക്കും, അതിന് മുകളിലായിട്ട് എന്തുപയോഗിച്ചാണ്? ഇഷ്ടികൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള സിഗുറാത്തുകൾ പണികഴിപ്പിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫ് എന്താണ്? അവരുടെ ആർക്കിടെക്ചറൽ സ്കില്ലിനെ കുറിച്ചാണ് ലാസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞ ഭാഗം. അപ്പോൾ ഇവിടെ പറഞ്ഞ ഭാഗം എളുപ്പമാണ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആദ്യം ഇവിടെ പറയുന്നു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ്. ഫസ്റ്റ് ഫിസിയോഗ്രാഫി സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ പാർട്ട് നമ്മൾ മനസ്സിലാക്കിയത് കൃഷിയെക്കുറിച്ച് പറഞ്ഞു. കൃഷി കച്ചവടത്തിലേക്ക് വഴിതെളിച്ചു. കച്ചവടം എന്തിലേക്ക് നയിക്കുകയാണ്? എഴുത്ത് വിദ്യയിലേക്ക് നയിക്കുന്നു. എഴുത്ത് വിദ്യയാണ് ക്യൂണിഫോം. അതിനുശേഷം അടുത്ത പാർട്ട് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി. അടുത്ത ഭാഗം, ലാസ്റ്റ് ഭാഗം അവരുടെ നിർമ്മാണ വൈഭവത്തിന് ഉദാഹരണമാണ് സിഗുറാത്തുകൾ, ക്ഷേത്രങ്ങളാണ്. ഇത്രയാണ് ഇവിടെ പറഞ്ഞത്. നമുക്കൊന്നുകൂടെ ആ ഭാഗം നോക്കാം. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് റീജിയൻ വേർ ദ മോഡേൺ ഇറാഖ് സിറ്റുവേറ്റഡ്. ഇന്നത്തെ എവിടെയാണ്? ആധുനിക ഇറാഖ് ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് മെസപ്പൊട്ടോമിയ എന്നറിയപ്പെടുന്നത്. പേർഷ്യൻ കടന്ന് ഉത്ഭവിച്ച് അർമേനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലുള്ള ഭൂപ്രദേശമാണ് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. 2 നദികൾക്കിടയിലുള്ള ഭൂപ്രദേശം ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നറിയപ്പെടുന്നു. പിന്നെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ വളർന്നു വരികയും നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ദ സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, ബാബിലോണിയൻ, ഖാൽഡിയൻ എന്നിവയാണ്. പിന്നെ അതിനുശേഷം അവിടെ മെസപ്പൊട്ടോമിയയിലെ അഗ്രികൾച്ചർ പ്രോഗ്രസിനെ കുറിച്ചാണ്. ദ ഫെർട്ടൈൽ സോയിൽ മെസപ്പൊട്ടോമിയ ഹെൽപ്ഡ് അഗ്രികൾച്ചർ പ്രോഗ്രസ്. ഈ അഗ്രികൾച്ചർ പ്രോഗ്രസ് ലെറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്. അതെന്തിലേക്കാണ്? കോൺസിക്വൻറ്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസിലേക്ക് വളർന്നു വരുന്നു. അങ്ങനെ വളർന്ന പട്ടണങ്ങളാണ് ഉറുക്ക്, ലഗാഷ്. അപ്പോൾ സംസ്കാരങ്ങളും പട്ടണങ്ങളും തമ്മിൽ തിരിഞ്ഞുപോലെ. പട്ടണങ്ങളുടെ പേരാണ് ഉറുക്ക് ആൻഡ് ലഗാഷ് വെർ ദ മേജർ സിറ്റീസ് ഇൻ ഏൻഷ്യൻ മെസപ്പൊട്ടോമിയ. സിറ്റീസ് വെർ ആൾസോ ട്രേഡിംഗ് സെൻറ്റേഴ്സ്. സിറ്റീസ് എന്തും കൂടിയായിരുന്നു? കച്ചവട കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ഇനി അടുത്ത ഭാഗം, ആ സ്റ്റേറ്റ് ഡെവലപ്ഡ്. കച്ചവടം പുരോഗമിച്ചതോടുകൂടി എന്ത് പറ്റുകയാണ്? ഇറ്റ് ബിക്കം എസെൻഷ്യൽ ടു റെക്കോർഡ് ദ അക്കൗണ്ട് ഓഫ് ദ എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ്. കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെ കണക്ക് രേഖകൾ സൂക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമായി വന്നു. ഇത് എഴുത്തുവിദ്യയുടെ ഇവഞ്ച്വലി ഡെവലപ്ഡ് ഇൻ ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഇതെന്തിലേക്ക് വഴിതെളിക്കുകയാണ്? ഒരു എഴുത്തുവിദ്യ വികാസത്തിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ ഒരു എഴുത്തുവിദ്യ അറിയപ്പെടുന്ന പേരാണ് ക്യൂണിഫോം. ക്യൂണിഫോം റൈറ്റിംഗ് ഇൻ മെസപ്പൊട്ടോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കാൾഡ് ക്യൂണിഫോം. ദ സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്ഡ്. ആപ്പിൻ്റെ ആകൃതിയിലാണ്. ദേ വെർ റിട്ടൺ ഓൺ സ്മൂത്ത് സർഫസ് ഓൺ വെറ്റ് ക്ലേ ടാബ്ലറ്റ്സ്. മണ്ണ് കുഴിച്ചുണ്ടാക്കി ചെറുഫലങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. ഷാർപ്പ് സ്റ്റൈലസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. ഒരു കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ചാണ് ഇവർ എഴുതിയത്. എന്നിട്ട് അത് എന്ത് ചെയ്തു? വേർത്ത് വെച്ച് ഉണക്കിയെടുത്തിരുന്നു. വളരെ വലിയ വിപുലമായൊരു തോതിലുള്ള മനുഷ്യകരണം നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ ലിഖിതങ്ങൾ ഭൂരിഭാഗം എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? കച്ചവടവുമായി. മോസ്റ്റ് ഓഫ് ദ റിലേറ്റഡ് ടു ട്രേഡ്. അടുത്ത ഭാഗം ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചാണ്. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖല അവർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. ചന്ദ്രൻ്റെ ചലനത്തെ ബേസ്ഡ് ഓൺ മൂവ്മെൻറ്റ് ഓഫ് മൂൺ ദേ ഫോർമുലേറ്റഡ് കലണ്ടർ. ആ കലണ്ടറിന് പ്രകാരം ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും ഒരു ദിവസത്തെ 24 മണിക്കൂറായും കണക്കാക്കിയിരുന്നു. അവർക്ക് എന്തിനെക്കുറിച്ച് അറിയായിരുന്നു? ദേ ന്യൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്.
അതിനുശേഷം അടുത്ത പാർട്ടിൽ അവർ ആർക്കിടെക്ചറൽ സ്കില്ലിൻ്റെ കാര്യം എടുത്തു പറയുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് നെയ്മലി സിഗ്ഗുറാത്തുകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നു. അത് ഭൂരിഭാഗം നിർമ്മിച്ചത് നഗരങ്ങളിലായിരുന്നു. ഇതെങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് എടുത്തു പറയാൻ ദേ വർ ബിൽട്ട് ഓൺ ആർട്ടിഫിഷ്യൽ ഹില്ലോക്സ് യൂസിങ് ബ്രിക്സ്. മൺകൂനകൾ നിർമ്മിച്ച് അതിന് മുകളിൽ ഇഷ്ടികൾ ഉപയോഗിച്ചാണ് സിഗ്ഗുറാത്തുകൾ പണിയെടുപ്പിച്ചിരുന്നത്. അടുത്ത ലാസ്റ്റ് പാർട്ടാണ് മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കഴിഞ്ഞു. അടുത്ത ലാസ്റ്റ് പാർട്ട് ചൈനീസ് സിവിലൈസേഷൻ, ചൈനീസ് സംസ്കാരം. ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഹൊയാഹോ. എവിടെയാണ് ഇത് വളർന്നു വന്നത്? ഹൊയാഹോ നദീതടത്തിലാണ് ഈ ചൈനീസ് സംസ്കാരം വളർന്നു വന്നത്. ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഹൊയാഹോ. അഗ്രികൾച്ചർ വാസ് ദ ബേസ് ഓഫ് ദി സിവിലൈസേഷൻ. ഈ സംസ്കാരത്തിൻ്റെയും അടിത്തറ എന്ത് തന്നെയായിരുന്നു? കൃഷി തന്നെയായിരുന്നു. The Chinese civilization flourished in the valley of the river Hoyaho. Agriculture was the base of this civilization. They were also skillful in weaving, making pottery and silk production. They were also skillful. അവർക്ക് എന്തിനകത്ത് വളരെയധികം കഴിവുണ്ടായിരുന്നു. നെയ്ത്ത്, അതുപോലെ തന്നെ പട്ടുവസ്ത്ര നിർമ്മാണം, മൺപാത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. അപ്പോൾ ചൈനീസ് സിവിലൈസേഷൻ വളർന്നു വന്നത് ഹൊയാഹോ നദിയിടത്തിലാണ്. അവിടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറയുന്ന അഗ്രികൾച്ചറാണ്. കൂടാതെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. നെയ്ത്ത്, കളിമൺ പാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻ ചൈന ആസ് വെൽ. അപ്പോൾ ഇവിടെ എന്തുണ്ടായിരുന്നു? മറ്റ് സംസ്കാരങ്ങളെല്ലാം പോലെ തന്നെ ഇവിടെ ഒരു എഴുത്തുവിധി നിലനിന്നിരുന്നു. ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻ ചൈന ആസ് വെൽ. ദ സ്ക്രിപ്റ്റ് വാസ് പിക്ടോഗ്രാഫിക്. ഇത് എങ്ങനെയുള്ളതായിരുന്നു പറയുന്നു എന്ന് വെച്ചാൽ അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ്. പിക്ടോഗ്രാഫിക് എന്ന് വെച്ചാൽ ചിത്രലിപിയാണ് ഉണ്ടായിരുന്നത്. ദ സ്ക്രിപ്റ്റ് വാസ് പിക്ടോഗ്രാഫിക് നോട്ട് ആൽഫബറ്റിക്. എന്തായിരുന്നില്ല? ആൽഫബറ്റിക് ആയിരുന്നില്ല. അക്ഷരങ്ങളില്ലായിരുന്നു, പകരം എന്തായിരുന്നു? ചിത്രങ്ങളായിരുന്നു. ചിത്രങ്ങളുടെ രീതിയിലായിരുന്നു ഇവർ എഴുതിയിരുന്നത്. ദ സ്ക്രിപ്റ്റ് വാസ് പിക്ടോഗ്രാഫിക് നോട്ട് ആൽഫബറ്റിക്. ലേറ്റർ ഇറ്റ് ഡെവലപ്ഡ് ഇൻടു ആൻ ഐഡിയോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഇത് പിന്നീട് എന്തായി മാറി? ചിഹ്നങ്ങളായി മാറി. അക്ഷരങ്ങളല്ലായിരുന്നു, ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് ചിത്രങ്ങൾ മാറി എന്തായി മാറി? ചിഹ്നങ്ങളായി മാറി. അപ്പോൾ സ്ക്രിപ്റ്റ് വാസ് പിക്ടോഗ്രാഫിക്സ് നോട്ട് ആൽഫബറ്റിക്. ലേറ്റർ ഇറ്റ് ഡെവലപ്ഡ് ഇൻടു ആൻ ഐഡിയോഗ്രാഫിക്. എന്തായി മാറി? ചിഹ്നങ്ങളായി തീർന്നു. ലൈക്ക് ഏൻഷ്യൻ്റ് മെസ്സപ്പൊട്ടോമിയൻ ആൻഡ് ഈജിപ്ഷ്യൻസ് ആൻഡ് ഏൻഷ്യൻ്റ് ചൈനീസ് 2 ഫോർമുലയുടെ കലണ്ടർ വിച്ച് ഇയർ കൺസിസ്റ്റഡ് ഓഫ് 365.5 days. അപ്പോൾ എത്രയാണ്? ഇവർക്ക് മറ്റുള്ളവരെ പോലെ തന്നെ എന്തുണ്ടായിരുന്നു? ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. അതിൽ 365.5 days ആണ് ഇതിനകത്ത് കലണ്ടറിന് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഹൊയാഹോ നദീതടത്തിലാണ് വളർന്നു വന്നത്. അപ്പോൾ അവിടെ മറ്റ് സംസ്കാരങ്ങളെ പോലെ തന്നെ ഇവിടെ അടിത്തറ എന്ന് പറയുന്നത് അഗ്രികൾച്ചറായിരുന്നു. കൂടാതെ അവർക്ക് സ്കിൽഫുൾ വീവിങ്, അതുപോലെ പോട്രി, സിൽക്ക് പ്രൊഡക്ഷൻ എന്നിവയിൽ ഏർപ്പെട്ടിരുന്നു. പുരാതന ചൈനയിലും അവർക്കൊരു എന്തുണ്ടായിരുന്നു? എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. എഴുത്തുവിദ്യ എന്ന് പറയുന്ന ആദ്യം അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് ഉപയോഗിച്ച് പിക്ടോഗ്രാഫിക് ആയിരുന്നു. എന്നാൽ അത് മാറി പിക്ടോഗ്രാഫിക്കായി മാറി. പിന്നീട് എന്തായി മാറി? എന്താണ്? ഐഡിയോഗ്രാഫിക് ആയിരുന്നു. ചിഹ്നങ്ങളായി മാറി. ഇന്ത്യ ഡെവലപ്ഡ് ഇൻ ഐഡിയോഗ്രാഫിക് സ്ക്രിപ്റ്റ് ലൈക്ക് ഏൻഷ്യൻ്റ് മെസ്സപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ. അതുപോലെ ഇവർക്ക് ചൈനീസുകാർക്ക് എന്തുണ്ടായിരുന്നു? ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. അത് 365 ദിവസമാണ് ഉണ്ടായിരുന്നത്. ഇത്രയാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത പാർട്ടിൽ നമ്മളിത് മൊത്തത്തിലൊന്ന് പറയാം. അതിന് മുന്നായിട്ട് നമ്മളിതിന് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇയർലി എക്സ്കവേഷൻ ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ നമ്മൾ ആദ്യത്തെ ഭാഗം ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടെ നോക്കൂ. ഫസ്റ്റ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ എക്സ്കവേഷനെ കുറിച്ച്. അപ്പോൾ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ട് ആരെത്തുന്നു? സർ ജോൺ മാർഷൽ എത്തുന്നു. ആദ്യത്തെ എക്സ്കവേഷൻ നടക്കുന്നത് 1921 പിന്നെ അതിനുശേഷം ദ എക്സ്കവേഷൻ റിവീൽഡ് ദാറ്റ് തൊട്ട് ഈ പാകിസ്ഥാൻ വരെയുള്ള, അതായത് ഹൂ ലെഡ് ദ എക്സ്കവേഷൻ? R.D. ബാനർജി. ഇറ്റ് വാസ് R.D. ബാനർജി ഹൂ ലെഡ് ദ എക്സ്കവേഷൻ മോഹൻജൊദാരോ ഇൻ ദ പ്രസൻറ്റ് പാകിസ്ഥാൻ. അവിടം വരെ എഴുതി നിർത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ലൈഫ് ഇൻ ദ ഇൻഡസ് വാലി സിറ്റീസ്. അപ്പോൾ ഇൻഡസ് വാലി സിറ്റീസിലെ ജനങ്ങളുടെ നഗരത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മളൊന്ന് പഠിക്കേണ്ടത്. അപ്പോൾ അവിടെ ഇവിടം തൊട്ട് ദ കീ ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, അവിടം തൊട്ട് ദ കീ ഫീച്ചർ ഓഫ് ദ ഹാരപ്പൻ സിറ്റീസ് വാസ് ദ യൂസ് ഓഫ് ദ ഹാർഡ് ബേൺഡ് ബ്രിക്സ്. ആൾ ബിൽഡിങ്സ് വെർ ബിൽറ്റ് ഓഫ് ബേൺഡ് ബ്രിക്സ്. അവിടെ മുതൽ ഇവിടം വരെ എഴുതി നിർത്തുന്നത്. അതായത് സ്കിൽ ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് പീരീഡ്, ഇറ്റ് വാസ് ബിൽറ്റ് എൻറ്റയർലി ബേൺഡ് ബ്രിക്സ്. മോഹൻജൊദാരോയെക്കുറിച്ച്, ഗ്രേറ്റ് ബാത്തിനെ കുറിച്ച് വരെ എഴുതി നിർത്തണം. അപ്പോൾ ഇത്രയാണ്. അല്ലെങ്കിൽ അത് ഗ്രേറ്റ് ബാത്ത് ഉൾക്കൊള്ളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്രധാന ഡ്രെയിനേജ് സിസ്റ്റം വരെയെങ്കിലും ഉൾക്കൊള്ളിക്കണം. ആ ഫീച്ചേഴ്സ് ഹാരപ്പൻ സിറ്റീസ് അപ്പർ പാർട്ടും ലോവർ പാർട്ടും ഒക്കെ ഉൾക്കൊള്ളിച്ച് വേണം എഴുതാൻ. അടുത്ത പാർട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രേറ്റ് ബാത്ത് ഇൻ മോഹൻജൊദാരോ. അത് ആ പാരഗ്രാഫ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് തന്നെയാണ്. ആ ചെറിയ പാരഗ്രാഫ് മോഹൻജൊദാരോയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട അവശിഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? ഗ്രേറ്റ് ബാത്ത്.
അപ്പോൾ ഇൻ മോഹൻജൊദാരോ ഗ്രേറ്റ് ടാങ്ക് കാൾഡ് ഗ്രേറ്റ് ബാത്ത് വാസ് ഡിസ്കവേർഡ്. ഇറ്റ് വാസ് ആൻ എവിഡൻസ് ഫോർ ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് പീരീഡ്. ഇറ്റ് വാസ് ബിൽറ്റ് അറ്റ് നിയർലി ബേൺഡ് ബ്രിക്സ്. കൂടാതെ നമ്മൾ ഒരു സെൻറ്റൻസോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞതാണ്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചതാണ്? ഗ്രേറ്റ് ബാത്ത് അണ്ടർത്ത് ഇൻ മോഹൻജൊദാരോ മൈറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ റിലീജിയസ് സെറമണീസ്. ഈ സെൻറ്റൻസ് കൂടെ എഴുതണം. ഇനി അടുത്തത് വാട്ട് വെർ ദ മേജർ ഹാൻഡിക്രാഫ്റ്റ്സ് ദാറ്റ് പ്രിവെയിൽഡ് ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഹാൻഡിക്രാഫ്റ്റ്സും ഒക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു പാരഗ്രാഫ് പഠിച്ചായിരുന്നു. അത് ഫുള്ളായിട്ട് ഉൾക്കൊള്ളിക്കണം. അത് കുറച്ച് ഭാഗം ഫുള്ളായിട്ട് ഉൾക്കൊള്ളിക്കണം. അത് ദ സീൽസ്, ക്ലിഫ്, ഗസ്, യൂട്ടൻസിലി, ഓർണമെൻറ്റ്സ് എക്സെട്ര ഡഗ് ഔട്ട് ഫ്രം ദ ഹാരപ്പ ബിയർ വിറ്റ്നസ് ടു ദ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്നുള്ള പാരഗ്രാഫ് അവസാനം വരെ ഉൾക്കൊള്ളിക്കണം. ഡൈവേഴ്സ് ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഒക്യുപ്പേഷൻ. അടുത്തത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ സബ്സ്റ്റാൻസിയേറ്റ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ആ ക്വസ്റ്റ്യൻ ആൻസർ അപ്പോൾ ഇതെന്താണ്? ബംഗലയുഗ സംസ്കാരം എന്ന് അറിയപ്പെടും അല്ലേ? ഇപ്പോൾ ഹിന്ദുവാണ് സംസ്കാരം, ബംഗലയുഗ സംസ്കാരത്തിന് ഉദാഹരണമാണ് സാധൂകരിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ അത് ഇവിടെ കിടപ്പുണ്ട്. ദേ മീൻസ് ഇവിടെ ഹാരപ്പൻസ് കളക്റ്റഡ് കോപ്പർ ഫ്രം ദ മൈൻസ് ഓഫ് K3. ദേ കളക്റ്റഡ് copper from the mines of K3 and the present Rajasthan and tin from the present Afghanistan and Central Asia. Copper was mixed with the tin to produce. They made അവിടെ തൊട്ട് എവിടം വരെ എഴുതണം? ബ്രോൺസ് ലേറ്റ് ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അവസാനം വരെ ഉൾക്കൊള്ളിക്കണം. ദേ കളക്റ്റഡ് തൊട്ട് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വരെ ഉൾക്കൊള്ളിക്കണം. അടുത്ത ചോദ്യം, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഇൻ മെസ്സപ്പൊട്ടോമിയ. ആ മെസ്സപ്പൊട്ടോമിയയിലെ ജനങ്ങളുടെ ദ ആർട്ട് സ്കിൽ ഓഫ് ദ ഹാരപ്പൻസ് പീപ്പിൾ ഈസ് എവിഡൻറ്റ് ഇൻ ദ സീൽസ് ദേ മേഡ്. അപ്പോൾ അവർ നിർമ്മിച്ച മുദ്രകളിലായിരുന്നു അത് മെസ്സപ്പൊട്ടോമിയൻ ജനതയുടെ അല്ലെങ്കിൽ ഹാരപ്പൻ ജനതയുടെ മികച്ച കലാവൈഭവം പ്രകടമാകുന്ന അവരുടെ മുദ്രകളുടെ നിർമ്മിതിയിലാണ് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നുള്ളതാണ് ചോദ്യം. അവിടെ സീലുകളുടെ കാര്യമാണ് പറഞ്ഞത്, മുദ്രകളുടെ കാര്യം. അപ്പോൾ അത് ഇവിടെ ആദ്യം ഉൾക്കൊള്ളിക്കണം. The seals widely found from the Indus Valley sites were probably used for the purpose of trade. ആ ഒറ്റ സെൻറ്റൻസ്. അതിനുശേഷം അടുത്ത പേജിൽ ഇവിടെ ഈ പാരഗ്രാഫിൽ ഒരു സെൻറ്റൻസ് കിടപ്പുണ്ട്. The art skill of the Harappans is reflected in the seals they made. ആ പാരഗ്രാഫിൻ്റെ നടുക്കുള്ള സെൻറ്റൻസ്, the art skill of the Harappans is reflected in the seals they made. The seals were made from the clay and stones. ഇത് പ്രധാനമായിട്ട് നിർമ്മിച്ചിരുന്നത് എന്താണ്? കളിമണ്ണ് കൊണ്ട്, ശിലകൾ കൊണ്ടുമായിരുന്നു. The statue of the dancing girl is found from the Mohenjo-daro is an example of the art skill. അത്ര ഉൾക്കൊള്ളിക്കണം. അവിടെ വരെയാണ് സീലിൻ്റെ കാര്യം. അടുത്ത ഭാഗം പ്രിപ്പയർ എ നോട്ട് ഓൺ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഇൻ മെസ്സപ്പൊട്ടോമിയ. മെസ്സപ്പൊട്ടോമിയയിലെ എഴുത്ത് വിദ്യയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചതാണ്. ബെഡ്ജ് ഷേപ്പഡാണ്. ഇവിടെ തൊട്ട് മെസ്സപ്പൊട്ടോമിയ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കാൾഡ് ക്യൂണിഫോം. ദ സ്ക്രിപ്റ്റ് വാസ് ബെഡ്ജ് ഷേപ്പഡ് എന്ന് തുടങ്ങി മോസ്റ്റ് ഓഫ് ദം റിലേറ്റഡ് ടു ട്രേഡ് അവിടം വരെ ഉൾക്കൊള്ളിക്കണം. അത്രയാണ് മെസ്സപ്പൊട്ടോമിയ എഴുത്ത് വിദ്യയെക്കുറിച്ച് എഴുതേണ്ടത്. ഇനി നമ്മൾ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അനലൈസ് ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ബൈ ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിക്കണം. രണ്ട് പാർട്ടിൽ ഏതാണ്? ഈജിപ്തിലെയും മെസ്സപ്പൊട്ടോമിയയിലെയും ചൈനയിലെയും എല്ലാത്തിലെയും ശാസ്ത്രരംഗത്തെക്കുറിച്ച് ആണ് ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പോൾ സോളാർ സൂര്യഘടികാരം, ലൂണാർ കലണ്ടർ മീൻസ് ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ്സ് ഓഫ് മൂൺ, ചന്ദ്രൻ്റെ നീക്കൽ അടിസ്ഥാനപ്പെടുത്തി ലൂണാർ കലണ്ടർ, സൺഡയൽ, വാട്ടർ ക്ലോക്ക്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസ്, അതുപോലെ തന്നെ ഇവർക്ക് നോളജ് ദ ഡിവിഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്, പിന്നെ ദ പ്രാക്ടീസ് ഓഫ് ബോഡി ഓഫ് ദ ഡെഡ്, ദ പ്രാക്ടീസ് ഓഫ് പ്രിസർവിങ് ദ ബോഡി ഓഫ് ദ ഡെഡ്, ഇതൊക്കെ എന്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയെക്കുറിച്ച് മനസ്സിലാക്കി. ഇത്രയൊക്കെ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ മാർക്കിനനുസരിച്ച് എഴുതിയാൽ മതി. ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ അടുത്ത ഭാഗത്തിൽ അവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കണം ഏതൊക്കെയാണെന്നുള്ളത്. മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ജോൺ മാർഷലിനകത്ത് ഏത് വരും? ഡയറക്ടർ ഓഫ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1921 കാലഘട്ടത്തിൽ. ദയാറാം സൈനി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സൈനി. R.D. ബാനർജി കണ്ടെത്തിയതാണ് മോഹൻജൊദാരോ. ഹൈറോഗ്ലിഫിക്സ് എവിടെയാണ് ഹൈറോഗ്ലിഫിക്സ്? ഈജിപ്തിൽ. ക്യൂണിഫോം സ്ക്രിപ്റ്റ് മെസ്സപ്പൊട്ടോമിയയിൽ. ഇത്രയേ ഉള്ളൂ. തുടക്കം തന്നെ ചാപ്റ്റർ ആദ്യത്തെ ഭാഗം നമ്മൾ മനസ്സിലാക്കിയ കാര്യം 1900 നമ്മൾ മനസ്സിലാക്കി. 1921 കാലഘട്ടത്തിൽ സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിൽ ഗവേഷണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു.
1921 ഗവേഷണങ്ങൾ നടത്തുന്നു. അതോട് മനസ്സിലാക്കുന്നു സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും തീരത്ത് ഒരു സംസ്കാരം നിലനിന്നിരുന്നതായി നമ്മൾ കണ്ടെത്തുന്നു. അതുകൊണ്ട് ഈ സംസ്കാരത്തെ എന്ത് വിളിക്കുന്നു? സിന്ധു നദിയുടെ സംസ്കാരം, അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പേര് നൽകുന്നു. ആദ്യത്തെ ഉത്ഖനനം നടന്നത് എവിടെയാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ ആദ്യത്തെ ഉത്ഖനനം നടന്നത് ഹാരപ്പയിലാണ്. അതുകൊണ്ട് ഈ സംസ്കാരത്തെ എന്ത് പേര് അറിയപ്പെടുന്നു? ഹാരപ്പൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നു. ഹാരപ്പയിലെ ഗവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ദേറാം സാഹിനിയായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ആ സംസ്കാരത്തിൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗവേഷണങ്ങളിൽ നിന്ന് ആദ്യത്തെ തെളിവ് കിട്ടിയത് ഹാരപ്പയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ എന്ത് വിളിക്കുന്നത്? ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേര് നൽകുന്നത്. ഇനി പാകിസ്ഥാനിൽ തന്നെ മറ്റൊരു പ്രദേശമാണ് മോഹൻജൊദാരോ. ആ മോഹൻജൊദാരോയിലെ ഗവേഷണങ്ങൾ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് R.D. ബാനർജി. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ഥലങ്ങൾ എവിടെ മുതൽ എവിടം വരെ വ്യാപിച്ചിരിക്കുന്നു എടുത്ത് പറയുന്നു. ഹാരപ്പൻ സിവിലൈസേഷൻ സ്ട്രെച്ചഡ് അക്രോസ് ദ റീജിയൻ റേഞ്ചിങ് ഫ്രം വെസ്റ്റേൺ പാർട്ട് ഓഫ് പാകിസ്ഥാൻ ടു അലങ്കീർപൂർ ഇൻ ഉത്തർപ്രദേശ്. പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ വരെയും അതുപോലെ വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെ ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചിരുന്നു. ഈ 2700 മുതൽ 1700 വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്, നഗരങ്ങളുടെ കാര്യമാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഹാരപ്പൻ നഗരങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ചുട്ട ഇഷ്ടികളുടെ ഉപയോഗമായിരുന്നു. കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരുന്നത് ബേൺഡ് ബ്രിക്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ ചുട്ട ഇഷ്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഹരപ്പ, മോഹൻജൊദാരോ, ലോത്തൽ എന്നീ നഗരങ്ങൾക്ക് 2 ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പർ പാർട്ട്, ലോവർ പാർട്ട് എന്ന് പറയുന്നത്. പടിഞ്ഞാറുള്ള ഭാഗം എന്ന് പറയുന്നത് അപ്പർ പാർട്ടും താഴ്ന്ന ഭാഗം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗമാണ്. അത് താഴ്ന്ന ഭാഗമാണ്. പടിഞ്ഞാറുള്ള ഭാഗം ഉപയോഗിച്ചിരിക്കുന്നത് ഭരണാധികാരികളാണ്, അഡ്മിനിസ്ട്രേറ്റേഴ്സാണ്. അസംബ്ലി ഹാൾ എന്നറിയപ്പെടുന്ന ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി താഴ്ന്ന ഭാഗം എന്ന് പറയുന്നത് അവിടെ കിഴക്ക് ഭാഗമാണ്, ഇത് ഈസ്റ്റ് പാർട്ടാണ്. അവിടെ സ്വാഭാവികമായിട്ട് താമസിച്ചിരുന്ന സാധാരണക്കാരുടെ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ഭാഗം ഭവന രീതികളെക്കുറിച്ചാണ്. ഹൗസസ് വെയർ ബിൽറ്റ് അലോങ് വിത്ത് ബോത്ത് സൈഡ്സ് ഓഫ് ദ പ്ലാന്റ് സ്ട്രീറ്റ്സ്. ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളുമായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. വീടുകൾ വ്യത്യസ്ത ഘടനയുള്ള വെയർ വേരിയസ് സ്ട്രക്ചേഴ്സ്. പിന്നെ ചിലത് ഒറ്റമുറി വീടുകളാണെങ്കിൽ ചിലതിന് ഒന്നിലധികം മുറികളുണ്ടാവും. എല്ലാ വീടുകൾക്കും ഒന്നുണ്ട് ഒരു വിശാലമായ മുറ്റവും ഒരു കിണറും ഉണ്ടാവും. എവരി ഹൗസ് ഹാഡ് എ ടോയ്ലറ്റ്, ഒരു ശൗചാലയം ഉണ്ടായിരിക്കും. ഇനി അവിടുത്തെ മറ്റൊരു സംവിധാനമാണ് അഴുക്കുചാൽ സംവിധാനത്തെക്കുറിച്ചാണ്, ഡ്രെയിനേജ് സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ദ ട്രെയിൻ സിസ്റ്റം വാസ് അനദർ ഫീച്ചർ ഓഫ് ദി സിറ്റീസ്. ഈ നഗരങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അഴുക്കുചാൽ സംവിധാനമായിരുന്നു. ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ ഹൗസസ് വാസ് ലെറ്റ് ഔട്ട് ഇൻ ടു ദ ഡ്രെയിൻസ്. അത് എവിടേക്ക് ഒഴുക്കി വരുന്നു? ഓടകളിലേക്ക് ഒഴുക്കി വിട്ടിരുന്നു. ദീസ് ഡ്രെയിൻസ് വെയർ കണക്റ്റഡ് ദ മെയിൻ ഡ്രെയിൻ ഓഫ് ദ സ്ട്രീറ്റ്. ഇത് നഗരത്തിലെ പ്രധാനപ്പെട്ട ഓടയുമായി ബന്ധിപ്പിച്ചിരുന്നു. ഇവ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്? ചുട്ട ഇഷ്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അതിൻ്റെ കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്സ്. എന്നിട്ട് എന്തുകൊണ്ട് മൂടിയിരുന്നു? സ്റ്റോൺ സ്ലാബുകൾ കൊണ്ട് മൂടിയിരുന്നു. ഈ ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പോയും വളരെ കാര്യക്ഷമമായിട്ടുള്ള അഴുക്കുചാൽ സംവിധാനമാണ് നിലനിന്നിരുന്നത്. അടുത്ത ഭാഗത്തിൽ മോഹൻജൊദാരോയിലെ ഗ്രേറ്റ് ടാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഓഫ് ആർക്കിടെക്ചർ സ്കിൽ ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് പീരീഡ്. അത് അക്കാലഘട്ടത്തിലെ ജനങ്ങളുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ്. ഇത് പൂർണ്ണമായി നിർമ്മിച്ചിരുന്ന ചുട്ട ഇഷ്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഇത് മൈറ്റ് ഹാവ് ബീൻ റിലീജിയസ് യൂസ്ഡ് ഫോർ, അക്കാലഘട്ടത്തിന് റിലീജിയസ് സെറിമണീസിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതായിരുന്നു. അപ്പോൾ മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രേറ്റ് ബാത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മോഹൻജൊദാരോയിൽ നിന്ന് കണ്ടെത്തിയത് ഏതാണ്? നമ്മളിപ്പോൾ എപ്പോഴും ഓർത്തിരിക്കണം. മോഹൻജൊദാരോയിൽ നിന്ന് കണ്ടെത്തിയത് ഇതാണ്, ഗ്രേറ്റ് ബാത്ത്. അടുത്ത ഗ്രാൻഡറീസ് ആൻഡ് അഗ്രികൾച്ചർ. ഫസ്റ്റ് പാർട്ട് എടുത്ത് പറയുന്നു അഗ്രികൾച്ചറിന് ഗ്രാൻഡറിയെക്കുറിച്ച്. ഗ്രാൻഡറീസ് ആർ സിഗ്നിഫിക്കൻ്റ് അമംഗ് ദ റൂയിൻസ് ഡിസ്കവേർഡ് ഇൻ ഹാരപ്പ. ഹാരപ്പയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട നഗരാവശിഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാന്യപ്പുരകൾ എന്ന് പറയുന്നത് ദേ വെർ ദ ബിഗ് ബിൽഡിങ്സ് വിത്ത് ദ ഫെസിലിറ്റി ടു സ്റ്റോർ ആൻഡ് ഡ്രൈ ഗ്രെയിൻസ്. അപ്പോൾ ഉണക്കാൻ സംഭരിക്കാനുള്ള വലിയ കെട്ടിടങ്ങളായിരുന്നു ഇവ. പിന്നെ ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു പോയിന്റ് എടുത്ത് പറയുന്നു, എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ. നെല്ലുൽപാദനത്തിന് അവശിഷ്ടങ്ങൾ ബീൻ അൺകവേർഡ് ഫ്രം റാങ്പൂർ ആൻഡ് ലോത്തൽ. അപ്പോൾ ഗുജറാത്തിൽ 2 സ്ഥലങ്ങളാണ്, റാങ്പൂറും ലോത്തൽ എന്നിവിടങ്ങളും നെല്ല് കൃഷി ചെയ്തതിന് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അവരെന്ത് ചെയ്തു? കോട്ടൺ വാസ് ആൾസോ കൾട്ടിവേറ്റഡ്. പരുത്തി കൃഷിയിലും ഏർപ്പെട്ടിരുന്നു. പിന്നെ നഗരത്തിലെ അർബൻ ഫോക്ക് ഡിപ്പെൻഡ് ഓൺ വില്ലേജസ് ഫോർ ഫുഡ് ആൻഡ് വർക്ക്. തൊഴിലിനും അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അവർ ആരെ ആശ്രയിച്ചിരുന്നു? ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു. നഗരങ്ങളുടെ ഉൽപ്പാദനത്തിൻ്റെ പ്രധാനപ്പെട്ട വിപണന കേന്ദ്രം ഗ്രാമങ്ങളായിരുന്നു. അതിനുശേഷം അടുത്ത പാർട്ടിൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ് കാർഷിക പുരോഗതിയെക്കുറിച്ചാണ്. ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾ വളരെ ഫലഭൂഷ്ടമായിരുന്നു. കാരണമെന്ന് പറയുന്നത് സിന്ധു നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന മണ്ണായിരുന്നു ഈ ഫലഭൂഷ്ടതയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ കാലിബംഗനിൽ കലപ്പ കൊണ്ട് ഫാമിംഗ് വാസ് ഡൺ ബൈ പ്ലോയിങ് ദ ലാൻഡ്. കലപ്പ കൊണ്ട് ഉഴുതുമറിച്ച് കൃഷി നടത്തിയതിന് തെളിവുകൾ നമുക്ക് രാജസ്ഥാനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്, രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കളിമണ്ണിൽ തീർത്തതിന് തെളിവ് പറയുന്നു. കളിമണ്ണിൽ തീർത്ത കൽപ്പയുടെ രൂപങ്ങൾ ധാരാളമായി ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് തെളിവായിട്ട് നമുക്ക് കണക്കാക്കാം. ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്നു.
അടുത്ത ഭാഗം ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ, കൃഷിയെ കൂടാതെ മൃഗപരിപാലനം നടത്തിയിരുന്നു. അടുത്ത പാരഗ്രാഫ് മൃഗപരിപാലനത്തെക്കുറിച്ച് മാത്രമാണ്. ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ അനിമൽ ഹസ്ബൻഡറി ആൾസോ എക്സിസ്റ്റഡ്. പ്ലെൻറ്റി ഓഫ് അനിമൽ ബോൺസ് ഹാവ് ബീൻ അൺഎർത്ത്ഡ് ഫ്രം ഹിയർ. ഇവിടെ നമ്മൾ മൃഗങ്ങളുടെ എല്ലുകൾ ധാരാളമായി ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മൃഗത്തിൻ്റെയും ആനയുടെയും അതുപോലെ കാണ്ടാമൃഗത്തിൻ്റെയും ആനയുടെയും കളിമൺ രൂപങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. റൈനോസറസ് ആൻഡ് എലിഫൻറ്റ്. അതുപോലെ തന്നെ പിന്നെ ദേ റിയർഡ് ഓക്സ്, ഗോട്ട്, പിഗ് ആൻഡ് ഷീപ്പ്. അവ എന്തൊക്കെ കാള, ആട്, പന്നി, ചെമ്മരിയാട് എന്നിവയൊക്കെ അവർ ഇണക്കി വളർത്തിയിരുന്നു. ദ സർപ്ലസ് പ്രൊഡക്ട്സ് വെയർ സ്റ്റോർഡ് ഇൻ ദ ഗ്രാനറി. മിച്ചം വരുന്ന അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ എവിടെ സൂക്ഷിച്ചിരുന്നു? ധാന്യപ്പുരകൾ സൂക്ഷിച്ചിരുന്നു. കൂടാതെ നികുതി ഇനത്തിൽ വാങ്ങിയ ദ ഗ്രെയിൻസ് കളക്ടഡ് ഇൻ ദ ഫോം ഓഫ് റവന്യൂ വെയർ ആൾസോ കെപ്റ്റ് ദെയർ. അപ്പം നികുതി ഇനത്തിൽ വാങ്ങിയ ധാന്യം എവിടെ സൂക്ഷിച്ചിരുന്നു? ഗ്രാനറി സൂക്ഷിച്ചിരുന്നു. ദ ഗ്രെയിൻസ് ദ സ്റ്റോർഡ് വെയർ മെയ്ഡ് അവൈലബിൾ ടു ദ പബ്ലിക്. അങ്ങനെ സൂക്ഷിച്ചിരുന്ന ധാന്യങ്ങൾ ആർക്ക് നൽകിയിരുന്നു? പൊതുജനങ്ങൾക്ക് നൽകിയിരുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സച്ച് ഗ്രാനറീസ് ആർ ദ എവിഡൻസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എൻ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പോൾ ഇത്തരം ധാന്യപ്പുരകൾ ഒരു മെച്ചപ്പെട്ട ഭരണ സംവിധാനം നിലനിർത്തുന്നതിനും ഒരു തെളിവുകളാണ്. അടുത്ത ഭാഗം നമ്മൾ മനസ്സിലാക്കുക കച്ചവടത്തെക്കുറിച്ചാണ്. അഗ്രികൾച്ചർ പ്രോഗ്രസ് ലെഡ് ടു ദ സർപ്ലസ് പ്രൊഡക്ഷൻ. കാർഷിക പുരോഗതി മെച്ചോൽപാദനത്തിലേക്കും, മെച്ചോൽപാദനം എന്തിലേക്ക് നയിക്കുകയാണ്? സംഭരണത്തിലേക്കും. അങ്ങനെ സംഭരിക്കപ്പെട്ട സാധനങ്ങൾ കൈമാറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു. ആക്യുറേറ്റ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വെയർ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് ദ സ്റ്റോർഡ് പ്രൊഡക്ട്സ്. വെയിനിങ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ഹാവ് ബീൻ അൺഎർത്ത്ഡ് ഫ്രം ഹിയർ. ഇതിന് തെളിവായിട്ട് പറയുന്നു അളവ് തൂക്ക ഉപകരണങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത പാർട്ടിൽ മനസ്സിലാക്കുന്നു ഇൻസ്ക്രിപ്ഷൻ ഡിസ്കവേർഡ് ഫ്രം മെസ്സപ്പൊട്ടോമിയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ലിഖിതങ്ങൾ പ്രകാരം അല്ലെങ്കിൽ മെസ്സപ്പൊട്ടോമിയിൽ കണ്ടെടുക്കപ്പെട്ട ലിഖിതങ്ങൾ പ്രകാരം മെസ്സപ്പൊട്ടോമിയും ഹാരപ്പയുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഹാരപ്പയെ വിളിച്ചിരുന്ന പേര് മെലുഹ എന്നാണ്. മെസ്സപ്പൊട്ടോമിയൻ ജനത ഹാരപ്പയെ വിളിച്ചിരുന്ന പേര് മെലുഹ എന്നാണ്. ഹിസ്റ്റോറിയൻസ് ഒപ്പൈൻ ദാറ്റ് മെലുഹ ഇസ് പ്രോബബ്ലി ഹാരപ്പ. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ മെലുഹ എന്ന ഭൂപ്രദേശം ഏതായിരുന്നു? ഹാരപ്പയായിരുന്നു. മെസ്സപ്പൊട്ടോമിയൻ സീൽസ് ഫൗണ്ട് ഫ്രം ഹാരപ്പ. മറ്റൊരു തെളിവ്, തിരിച്ച് തെളിവ് പറയുന്നു മെസ്സപ്പൊട്ടോമിയൻ സീൽ എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കുകയാണ്? എവിഡൻസ് ഫോർ ദിസ് ട്രേഡ് ലിങ്ക്, കച്ചവട ബന്ധത്തിന് തെളിവായിട്ട് സൂചിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ലോത്തൽ വാസ് വൺ ഓഫ് ദ മാരിടൈം ട്രേഡ് ലിങ്ക്. അപ്പോൾ കടൽ മാർഗ്ഗമുള്ള വാണിജ്യ കേന്ദ്രങ്ങളൊന്നായിരുന്നു ലോത്തൽ. അപ്പോൾ കളിമണ്ണ് തീർത്ത് അതിന് മറ്റൊരു തെളിവ് പറയുന്നത് ക്ലേ മോഡൽസ് സെയിലിംഗ് ഷിപ്പ് ഒബ്റ്റൈൻഡ് ആൾസോ പ്രൂവ് ദെയർ മാരിടൈം ട്രേഡ് ലിങ്ക്. അപ്പോൾ കടൽ മാർഗ്ഗമുള്ള വാണിജ്യ കേന്ദ്രങ്ങളൊന്നായിരുന്നു ലോത്തൽ. അതിന് തെളിവായിട്ട് പറയുന്നു അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ട കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലുകളുടെ രൂപങ്ങൾ ഇതിനൊരു പ്രധാനപ്പെട്ട തെളിവായി കണക്കാക്കുന്നു. അതിനുശേഷം അടുത്ത പാർട്ട് സീലിനെ കുറിച്ച് പറയുന്നു. ദ സീൽസ് വൈഡ്ലി ഫൗണ്ട് ഫ്രം ദ ഇൻഡസ് വാലി സൈറ്റ്സ് പ്രോബബ്ലി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ്. എന്തിനു വേണ്ടി ഉപയോഗിച്ചായിരുന്നു സീലുകൾ? മുദ്രകൾ പ്രധാനമായിട്ടും കച്ചവട ബന്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. എന്നാൽ എന്തുപയോഗിച്ചതിന് തെളിവില്ല. നാണയങ്ങൾ ഉപയോഗിച്ചതിന് തെളിവൊന്നും കിട്ടിയിരുന്നില്ല. ദേ കളക്ടഡ് കോപ്പർ ഫ്രം ദ മൈൻസ് ഓഫ് കേത്രി. രാജസ്ഥാനിലെ കേത്രി ഖനിയിൽ നിന്നും കോപ്പറും അഥവാ ചെമ്പും അതുപോലെ ടിൻ എന്ന് പറയുന്നത് വെളുത്തിയും ശേഖരിച്ചിരുന്നത് എവിടെ നിന്നാണ്? പ്രസൻറ്റ് അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യ. അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്തിയും ശേഖരിച്ച് ഇത് രണ്ടും കൂടെ ഒന്നിപ്പിച്ച് എന്ത് ഉണ്ടാക്കിയാണ്? വെങ്കലം ഉപയോഗിക്കുകയാണ്. വെങ്കലം നിർമ്മിച്ചു. വെങ്കലം ഉപയോഗിച്ച് ധാരാളം ഉപകരണങ്ങളും ആയുധങ്ങളും അവർ നിർമ്മിച്ചു. വെങ്കലത്തിൻ്റെ ഉപയോഗം ഹാരപ്പൻ സംസ്കാരത്തിന് എന്ത് പേര് നേടിക്കൊടുത്തു? ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. വെങ്കലയുഗ സംസ്കാരം എന്ന പേര് നേടിക്കൊടുത്തു. അടുത്ത ഭാഗം ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഒക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് ആണ്. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച എന്തൊക്കെ കാര്യങ്ങളാണ്? സീൽസ്, ക്ലൈഫിഗാസ്, യൂട്ടൻസ്, ഓർണമെൻറ്റ്സ് ഡഗ് ഔട്ട് ഫ്രം ദ ഹാരപ്പ ബിയർ വിറ്റ്നസ് ദെയർ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. അപ്പോൾ മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ കരവിരുതിന് ഉദാഹരണങ്ങളാണ്. മൺപാത്ര നിർമ്മാണത്തിനായിട്ട് എന്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? കിൽസ്, റൂയിൻസ് എന്ന് വെച്ചാൽ അവശിഷ്ടങ്ങൾ. എന്തിനാണ്? കിൽസിൻ്റെ, അതായത് മൺപാത്ര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ചൂളകളുടെ അവശിഷ്ടങ്ങൾ ധാരാളമായി ഇവിടെ നിന്ന് നമ്മൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഓർണമെൻ്റൽ വർക്ക്സ് ഡൺ ഓൺ ക്ലേ പോട്ട്സ്. അലങ്കാര പണികൾ ക്ലേ പോട്ട്സിന്, അതായത് കളിമൺ പാത്രത്തിന് മുകളിലായിട്ട് അലങ്കാര പണികൾ നടത്തിയിരുന്നു അവർ. അനിമൽ ഫിഗേഴ്സ് വെയർ മോൾഡ് ഫ്രം ക്ലേ, അതായത് മൃഗരൂപങ്ങൾ ഉണ്ടാക്കി, കളിമണ്ണ് കൊണ്ട് മൃഗരൂപങ്ങൾ ഉണ്ടാക്കി. അതുപോലെ പുരുഷരൂപങ്ങൾ, സ്ത്രീരൂപങ്ങൾ, വണ്ടികൾ രൂപങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിരുന്നു. പിന്നെ കോപ്പർ, ബ്രോൺസ്, ഗോൾഡ് വെയർ യൂസ്ഡ് ഫോർ. അടുത്ത ഭാഗം നമ്മൾ ആഭരണ നിർമ്മാണത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. കോപ്പർ, ഗോൾഡ് എന്നിവയൊക്കെ ഉപയോഗിച്ച് അവർ ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. പിന്നെ എവിഡൻസ് ഓഫ് സെൻറ്റേഴ്സ് വെയർ ബീഡ്സ് വെയർ മെയ്ഡ് ഹാവ് ബീൻ അണർത്ത് ഇൻ ലോത്തൽ. അപ്പോൾ മുത്തു നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ നമ്മൾക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? എവിടെ നിന്നാണ് ലഭിച്ചത്? മുത്തു നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ ലോത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ വളകൾ നിർമ്മിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? ബാംഗിൾസ് വെയർ മെയ്ഡ് ക്ലേ, ബ്രോൺസ് ആൻഡ് ടോർട്ടോഷ്യൽ ദോസ് സ്കിൽഡ് അറ്റ് മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ്. അവർക്ക് കരകൗശല വസ്തുക്കൾ നിർമ്മാണത്തിന് വൈദഗ്ധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഹാരപ്പൻ ജനത ആയുധ നിർമ്മാണത്തിന് അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. ഇനി എടുത്ത് പറയുന്നു ആർട്ട് സ്കിൽ ഓഫ് ദ ഹാരപ്പൻസ് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദ സീൽസ് ദേ മേഡ്. അപ്പോൾ ഹാരപ്പയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ട് സ്കിൽ ഓഫ് ദ ഹാരപ്പൻസ് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദ സീൽസ് ദേ മേഡ്. അപ്പോൾ അവർ നിർമ്മിച്ച ഹാരപ്പൻ ജനതയുടെ കലാവൈഭവം പ്രകടമാകുന്ന അവർ നിർമ്മിച്ച മുദ്രകളുടെ നിർമ്മിതിയിലാണ്. ദ സീൽസ് വെയർ മെയ്ഡ് ഫ്രം ക്ലേ ആൻഡ് സ്റ്റോൺസ്. പ്രധാനമായി കളിമണ്ണ് കൊണ്ടും കല്ലുകൾ കൊണ്ടായിരുന്നു അവർ നിർമ്മിച്ചിരുന്നത്. സ്റ്റാച്യു ഓഫ് ദ ഡാൻസിംഗ് ഗേൾ,
എന്തിനാണ് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ ഇവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടതാണ് മോഹൻജുദാറിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ എന്താണ് ഇവരുടെ ആർട്ട് സ്കില്ലിന് ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. അപ്പോൾ മോഹൻജുദാറിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഗ്രേറ്റ് ബാത്തും മറ്റൊന്ന് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമയും. അപ്പോൾ സ്റ്റാച്യു ഓഫ് ദ ഡാൻസിംഗ് ഗേൾ ഫ്രം ദ മോഹൻജുദാർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ആർട്ട് സ്കിൽ ദ ഡൈവേഴ്സ് ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻ ടു ദർ എക്സിസ്റ്റൻസ് ഓഫ് ഒക്യുപ്പേഷൻ ഗ്രൂപ്പ്സ്. അപ്പോൾ വ്യത്യസ്തരം തൊഴിൽ കൂട്ടങ്ങൾ നിലനിന്നിരുന്നു എന്ന് വ്യത്യസ്തരം കരകൗശല വസ്തുക്കളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഭാഗം സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ആരും സക്സസ്ഫുള്ളായിട്ട് അത് ഡെസിഫർ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല, വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിനെ ബൂസ്റ്റർ ഓഫ് ഇടാൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ബിലീഫ് സിസ്റ്റമാണ്. ബിലീഫ് സിസ്റ്റം വിശ്വാസ രീതികളാണ്. വിശ്വാസ രീതികൾ എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് നമ്മൾ മുദ്രകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ മുദ്രകളെല്ലാം സൂചിപ്പിക്കുന്ന അവിടുത്തെ വിശ്വാസ രീതികളെക്കുറിച്ചാണ്. അവിടെ ഇന്ന് നമ്മൾ ധാരാളം സ്ത്രീകളുടെ രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കളിമണ്ണ് തീർത്ത് ധാരാളം സ്ത്രീകളുടെ രൂപങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മാതൃദൈവാരാധന നിലനിന്നിരുന്നു, അതായത് മദർ ഗോഡസിൻ്റെ വർഷിപ്പ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സച്ച് വർഷിപ്പ് കണക്ഷൻ വിത്ത് ഫെർട്ടിലിറ്റി സോയിൽ, മണ്ണിൻ്റെ ഫലഭൂഷിതമായി ബന്ധപ്പെട്ടായിരുന്നു നിലനിന്നിരുന്നത്. അതിനുശേഷം അടുത്ത പാട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇവർ പുരുഷരൂപങ്ങൾ ധാരാളമായി കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? സീലുകൾ. അപ്പോൾ ഇതുമായി എന്താണ് ആദിമ ശിവൻ്റെ രൂപമായ പ്രോട്ടോശിവ എന്നാണ് പല ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. കൂടാതെ അവർ മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചിരുന്നു. മോഹൻജുദാരോയിലെ വലിയ കുളം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തതായിരുന്നു? മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതായിരുന്നു. ഇനി 1700 ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നു. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ പലത് പറയുന്നു. ഫ്ലഡ്, എക്സ്റ്റേണൽ ഇൻവേഷൻ, ഡിഫോറസ്റ്റേഷൻ, ഫ്ലഡ് എന്ന വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയുടെ തകർച്ച, പകർച്ചവ്യാധികൾ എന്നിവയൊക്കെയാണ്. അതിനുശേഷം പറയുന്നത് ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ചൈനീസ് സിവിലൈസേഷൻ. അപ്പോൾ ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ സമകാലീന സംസ്കാരങ്ങളാണ് ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ചൈനീസ് സിവിലൈസേഷൻ. ഈ സംസ്കാരങ്ങളെല്ലാം വളർന്നു വന്നത് നദീതടങ്ങളിലാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈൽ നദീതടത്തിൽ, മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത് യൂഫ്രട്ടീസ്, ടൈഗ്രിസ്, ചൈനീസ് സിവിലൈസേഷൻ വളർന്നു വന്നത് ഹൊയാഹോ നദീതടത്തിൽ. മെസപ്പൊട്ടോമിയൻ, ചൈനീസ് സംസ്കാരത്തിൻ്റെ പൊതുവായ സവിശേഷത ഇവരെല്ലാം വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളാണ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. അതിനാൽ ഈ സംസ്കാരത്തെ വിളിക്കുന്ന പേരാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന അടുത്ത ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ് ഒന്നാമത്തെ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ തുടക്കം തന്നെ പറയുന്നു തുത്തൻഖാമൻ എന്ന് പറയുന്ന രാജാവായിരുന്നു പ്രാചീന ഈജിപ്റ്റ് ഭരിച്ചിരുന്നത്. അവിടുത്തെ രാജാക്കന്മാരെ പൊതുവെ വിളിക്കുന്നത് ഒരു ഫറോവ എന്നാണ്. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. പ്രാക്ടീസ് ഓഫ് പ്രിസർവിംഗ് ദ ബോഡി ഓഫ് ദ ഡെഡ് പ്രിവെയിൽ ഇൻ ഈജിപ്റ്റ്. എ കോപ്സ് പ്രിസർവ്ഡ് ദസ് ഈസ് കാൾഡ് മമ്മി. അത്തരത്തിൽ സൂക്ഷിക്കുന്ന മൃതശരീരത്തെ വിളിക്കുന്ന പേരാണ് മമ്മികളെന്നറിയപ്പെടും. അത്തരത്തിൽ മമ്മികൾ സൂക്ഷിക്കുന്ന വലിയ ശവകുടീരങ്ങളാണ്, വലിയ ടോംബുകളാണ് എന്തെന്നറിയപ്പെടുന്നത്, പിരമിഡുകൾ എന്നറിയപ്പെടുന്നത്. ദർ റിമെയിൻ ആസ് എവിഡൻസ് ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് ലേബർ ആൻഡ് വിൽ. ഇത്തരത്തിലുള്ള പിരമിഡുകൾ എന്ന് പറയുന്നത് വലിയ വൻതോതിൽ മനുഷ്യാധ്വാന സമ്പത്ത് ഉപയോഗിച്ച് നിർമ്മിച്ചവയായിരുന്നു. അതിനുശേഷം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കൃഷിയെക്കുറിച്ചാണ്. സിവിലൈസേഷൻ ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ വളർന്നത് എവിടെയാണ്? നൈൽ നദീതടത്തിലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട നട്ടെല്ലെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട അടിത്തറയെന്ന് പറയുന്നത് ഏത് തന്നെയാണ്? കൃഷി തന്നെയായിരുന്നു. ഈജിപ്ഷ്യൻസ് ആൾസോ എൻഗേജ്ഡ് വീവിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ. അതിനകത്ത് സ്ഫടികപാത്ര നിർമ്മാണം, നെയ്ത്ത് എന്നിവയിലും അവർ ഏർപ്പെട്ടിരുന്നു. ഇനി പ്രാചീന ഈജിപ്ഷ്യൻ ചേർന്ന ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് രൂപപ്പെടുത്തിയിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനടുത്ത് സേക്രഡ് റൈറ്റിംഗ് അഥവാ വിശുദ്ധമായി എഴുത്തെന്നാണ്. ഇത് എഴുതിയിരുന്ന പാപ്പറസ് ചെടിയുടെ ഇലകളിലാണ് അവർ എഴുതാൻ ഉപയോഗിച്ചത്. അതിനുശേഷം അടുത്ത പാർട്ട് നമ്മൾ മനസ്സിലാക്കിയാണ് അവിടെ ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയാണ്. ശാസ്ത്രരംഗത്തിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആൾസോ അഡ്വാൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. അവർ ശാസ്ത്രരംഗത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചിരുന്നു. ഇതേ ഫോർമുലയുടെ സോളാർ കലണ്ടർ, ഒരു സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കലണ്ടർ നിർമ്മിച്ചു. ആസ് പെർ ദിസ് കലണ്ടർ, ആ കലണ്ടറിന് പ്രകാരം എങ്ങനെയാണ് എ ഇയർ ഹാഡ് 365 ഡേയ്സ്, 365 ദിവസങ്ങളായി തരംതിരിച്ചിരുന്നു. അതിന് 30 ദിവസമുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ ഉപയോഗിച്ചു. ബാക്കി വരുന്ന 5 ദിവസങ്ങൾ ദ റിമൈനിങ് 5 days വെർ സെറ്റ് അസൈഡ് ഫോർ സെലിബ്രേഷൻ. ബാക്കി വരുന്ന 5 ദിവസങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു? ആഘോഷ അവസരങ്ങൾക്കാണ് മാറ്റിവെച്ചിരുന്നു. ഇനി അതിനുശേഷം അടുത്ത പാർട്ട് മാത്തമാറ്റിക്സിൻ്റെ മേഖലയാണ്. ദർ അഡ്വാൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ഈസ് ആൾസോ എ സിഗ്നിഫിക്കൻറ്റ്. കലണ്ടർ കഴിഞ്ഞു അടുത്ത മാത്തമാറ്റിക്സ്. അപ്പോൾ അവരേതാണ്ട് മാത്തമാറ്റിക്സിന് മേലുള്ള ശ്രദ്ധയും ദേ കുഡ് കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് റെക്ടാങ്കിൾസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ത്രികോണം, ചതുരം എന്നിവയുടെയൊക്കെ വിസ്തൃതി കണക്കാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. പിന്നെ അതിനുശേഷം മറ്റൊരു കാര്യം എടുത്തു പറയുന്നു സൺഡേൽ ആൻഡ് വാട്ടർ ക്ലോക്ക്. ടു ഡിറ്റർമിൻ ടൈം ദേ മേഡ് സൺഡേൽ എ ക്ലോക്ക് ദാറ്റ് ടെൽസ് ടൈം ബൈ ഷാഡോ കാസ്റ്റ് ബൈ ദ സൺ. അപ്പോൾ സൂര്യൻ്റെ നിഴലിനെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സൂര്യഘടികാരം നിർമ്മിച്ചു. അതിൽ മറ്റൊന്നാണ് എ വാട്ടർ ക്ലോക്ക്. വാട്ടർ ക്ലോക്ക് ദാറ്റ് വർക്ക്സ് ഓൺ വാട്ടർ കറണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ജലഘടികാരം. ജലഘടികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ജലപ്രവാഹത്തിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജലഘടികാരം നിർമ്മിക്കുകയുണ്ടായി. അടുത്ത അവരുടെ സ്കിൽഫുൾ ഇൻ സ്കൾപ്ചർ, ശില്പവിദ്യയിൽ അവർ പ്രഗത്ഭരായിരുന്നു. അപ്പോൾ അവർ പ്രതിമാ നിർമ്മാണത്തിൽ ഒരു വൈദഗ്ധരായിരുന്നു.
മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്ഫിങ്സ് എന്നാണ് മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്ഫിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പവൈദ്യത്തിന് ഉദാഹരണമാണ്. അതിനുശേഷം അടുത്ത പാർട്ടാണ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗം. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ് ഇൻ ദ റീജിയൻ വെയർ ദ മോഡേൺ ഇറാഖ് സിറ്റുവേറ്റഡ്. ഇന്നത്തെ ആധുനിക ഇറാഖ് ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നത്. അർമേനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലുള്ള ഭൂപ്രദേശമാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. രണ്ട് നദികൾ, ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്, രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ വളർന്നു വരികയും അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട് മെസപ്പൊട്ടേമിയയിൽ. അവ ഏതൊക്കെയാണെന്ന് എടുത്തു പറയുന്നു. സുമേറിയൻ, അസീറിയൻ, ബാബിലോണിയൻ, കാൾഡിയൻ എന്നിവയാണ് അവ. പിന്നെ അതിനുശേഷം മെസപ്പൊട്ടേമിയയിലെ ഫലഭൂഷ്ടമായ മണ്ണ് കാർഷിക പുരോഗതിയിലേക്ക് നയിക്കുകയും അഗ്രികൾച്ചർ പ്രോഗ്രസ്സിലേക്ക് നയിക്കുകയും അഗ്രികൾച്ചർ പ്രോഗ്രസ്സിൽ എന്തിലേക്കാണ് സർപ്ലസ് പ്രൊഡക്ഷനിലേക്ക്, സർപ്ലസ് പ്രൊഡക്ഷൻ കച്ചവട ബന്ധത്തിലേക്കും, കച്ചവട ബന്ധം എന്തിലേക്കാണ് നഗരങ്ങളുടെ വളർച്ചയിലേക്ക് നയിക്കുന്നു. അങ്ങനെ വളർന്ന പട്ടണങ്ങളാണ് ഉറുക്ക് ആൻഡ് ലഗാഷ്. പട്ടണങ്ങളുടെ പേര് സംസ്കാരങ്ങളുടെ പേരും തമ്മിൽ തിരിഞ്ഞു പോലെ ഉറുക്ക് ആൻഡ് ലഗാഷ്. ഇനി പട്ടണങ്ങൾ എന്തുകൂടി കച്ചവട കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ഇനി നഗരങ്ങൾ കച്ചവട കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയതാണ് കച്ചവടം പുരോഗമിച്ചതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുത്തുവിദ്യ രൂപപ്പെടുന്നത് അത്യാവശ്യമായിരുന്നു. അതായത് കണക്ക് രേഖകൾ, കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുവകൾ രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമായി വന്നു. അങ്ങനെ വളർന്നു വന്ന എഴുത്തുവിദ്യയാണ് മെസപ്പൊട്ടേമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കാൾഡ് ക്യൂണിഫോം. അതിനെ വിളിക്കുന്ന പേരാണ് ക്യൂണിഫോം. ഇതെങ്ങനെയാണ് ആപ്പിൻ്റെ ആകൃതിയിലാണ് ഇത് വെഡ്ജ് ഷേപ്പഡാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മണ്ണ് കുഴിച്ചുണ്ടാക്കി ചെറുഫലങ്ങളുടെ ബിനുസുള്ള പ്രതലത്തിലാണ് ഇവർ എഴുതിയിരുന്നത്. ഈ ഷാർപ്പ് സ്റ്റൈലസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. ഇതിനാണ് കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ചാണ് ഇവർ എഴുതിയിരുന്നത്. ഹ്യൂജ് കളക്ഷൻ ഓഫ് ദീസ് ടാബ്ലറ്റ്സ് ഹാസ് ബീൻ ഫൗണ്ട് ഹിയർ. ഇവിടെ നിന്ന് വളരെ വലിയ തോതിലുള്ള കളിമൺ ഫലങ്ങളുടെ വൻ ശേഖരം തന്നെ ലഭിച്ചിട്ടുണ്ട്. ലിഖിതങ്ങൾ ഭൂരിഭാഗവും കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇനി അടുത്ത ഭാഗം ശാസ്ത്രത്തിൻ്റെ മേഖലയിലെ പുരോഗതിയെക്കുറിച്ചാണ്. അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലയിൽ അവർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ അവർ തയ്യാറാക്കി. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും ഉപയോഗിച്ചിരുന്നു. ഒരു ദിവസത്തെ 24 മണിക്കൂറായും കണക്കാക്കിയിരുന്നു. ഗണിതശാസ്ത്രത്തെ ഹരണം, ഗുണനം, വർഗ്ഗമൂലം, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നിവയെക്കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. അതിനുശേഷം അടുത്ത പാർട്ട് അവിടുത്തെ അവരുടെ ആർക്കിടെക്ചറൽ സ്കില്ലിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ആർക്കിടെക്ചറൽ എക്സാമ്പിളാണെന്ത് മെസപ്പൊട്ടേമിയയിലെ ആർക്കിടെക്ചറൽ സ്കില്ലിൻ്റെ എക്സാമ്പിളാണ് സിഗുറാത്ത്. അപ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്നതാണ്. മെസപ്പൊട്ടേമിയയിലെ സിഗുറാത്തും ഈജിപ്തിലെ സ്ഫിങ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് നെയിമിൽ സിഗുറാത്ത് ഈസ് ദ എവിഡൻസ് ഫോർ ദ അമേസിംഗ് ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദ ഏൻഷ്യൻ മെസപ്പൊട്ടേമിയൻസ്. ദേ വെയർ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസ്. അവ പ്രധാനമായും നിർമ്മിച്ചിരുന്നവരാണ് നഗരങ്ങളാണ് നിർമ്മിച്ചിരുന്നത്. ദേ വെയർ ബിൽറ്റ് ഓൺ ആർട്ടിഫിഷ്യൽ ഹില്ലോക്സ് ഓൺ യൂസിംഗ് ബ്രിക്സ്. മൺകൂനകൾ നിർമ്മിച്ച് അതിന് മുകളിൽ കിഷ്ടികൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണി കഴിപ്പിച്ചിരുന്നത്. അടുത്ത ചൈനീസ് സിവിലൈസേഷൻ വളർന്നത് നൈൽ നദിയിടത്തിലാണ്. ചൈനീസ് സിവിലൈസേഷൻ വളർന്നത് എവിടെയാണ്? ഹൊയാഹോ നദിയിടത്തിലാണ്. അഗ്രികൾച്ചർ വാസ് ദ ബേസ് ഓഫ് ദി സിവിലൈസേഷൻ. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? അഗ്രികൾച്ചർ തന്നെയായിരുന്നു. ദേ വെർ ആൾസോ സ്കിൽഫുൾ ഇൻ വീവിങ്. അപ്പോൾ അവർ ഇതിനകത്ത് വളരെ വീവിങ്, പോട്ടറി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിൽ അവർ വിദഗ്ധരായിരുന്നു. പുരാതന ചൈനയിലും ഇവിടെ മറ്റ് സ്ഥലങ്ങളിലെ പോലെ തന്നെ എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. സ്ക്രിപ്റ്റ് എങ്ങനെയായിരുന്നു? ആദ്യം പിക്ടോഗ്രാഫിക് ആയിരുന്നു, നോട്ട് ആൽഫബറ്റിക്. എങ്ങനെയുള്ളതായിരുന്നില്ല, അക്ഷരങ്ങളല്ലായിരുന്നു, അത് ചിത്രലിപിയായിരുന്നു. അത് പിന്നീട് എന്തായി മാറി? ഐഡിയോഗ്രാഫിക് അഥവാ ചിഹ്നലിപിയായി തീർന്നു, ചിഹ്നങ്ങളായി തീർന്നു. മെസപ്പൊട്ടേമിയയിലെയും ഈജിപ്തിലെയും പ്രാചീന ചൈനക്കാരിലെ പോലെ തന്നെ ചൈനക്കാർക്കൊന്നുണ്ടായിരുന്നു ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. 365.5 days ആണ് അതിനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ.